ലോക്സഭയ്ക്ക് പിന്നാലെ രാജ്യസഭയിലും വഖഫ് ഭേദഗതി ബിൽ പാസായി. ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചാൽ വിജ്ഞാപനം ഇറങ്ങുന്ന തീയതി മുതൽ പുതിയ നിയമം പ്രാബല്യത്തിലാകും. ലോക്സഭയിൽ ഇന്നലെ പുലർച്ചെ വരെ നീണ്ട ചർച്ചയ്ക്ക് ശേഷം 288 പേരിൽ 232 വോട്ടുകൾക്ക് പാസാക്കിയ ബില്ലിന്റെ രാജ്യസഭയിലെ ചർച്ചയും വോട്ടെടുപ്പും രാത്രി ഏറെ വൈകിയാണ് അവസാനിച്ചത്. 8 മണിക്കൂർ നിശ്ചയിച്ച ചർച്ചാ ഫലത്തിൽ 12 മണിക്കൂർ നീണ്ടു. അതേസമയം വഖഫ് ഭേദഗതിക്ക് മുൻകാല പ്രാബല്യം ഉണ്ടാകില്ലെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷായും ന്യൂനപക്ഷ കാര്യ മന്ത്രി കിരൺ റിജിജുവും വ്യക്തമാക്കി. മുൻപത്തെ 600-ലേറെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളുടെ പ്രശ്നത്തിന് വേഗം പരിഹാരം ഉണ്ടാകില്ല. നിയമം നടപ്പിലാകുന്നതോടെ മുനമ്പമടക്കം വഖഫ് ബോർഡുകളുമായുള്ള തർക്കങ്ങൾ ഇല്ലാതാകുമെന്നും മന്ത്രി കിരൺ റിജിജു പാർലമെന്റിൽ നൽകിയ ഉറപ്പിന് വിരുദ്ധമാണ് അദ്ദേഹം അതേ പ്രസംഗത്തിൽ നടത്തിയ വിശദീകരണങ്ങളെന്നും നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടി. സർക്കാരുമായി തർക്കത്തിലുള്ളതൊഴികെ പുതിയ വഖഫ് നിയമം പ്രാബല്യത്തിൽ വരുന്ന തീയതിക്ക് മുമ്പുള്ള വഖഫ് സ്വത്തുകളെല്ലാം വഖഫിന്റേതായി നിലനിൽക്കുന്നുവെന്നാണ് കേന്ദ്രമന്ത്രിമാരായ അമിത്ഷായും കിരൺ റിജിജുവും ആവർത്തിച്ച് വ്യക്തമാക്കിയത്. സർക്കാരിന്റെ സ്വത്തുക്കൾ ഒഴികെ കോടതിയുടെ പരിഗണനയിലുള്ള വഖഫ് ഭൂമി തർക്കങ്ങളിലടക്കം സർക്കാർ ഇടപെടില്ലെന്ന് ന്യൂനപക്ഷ മന്ത്രി അർത്ഥശങ്കയ്ക്കിടയില്ലാതെ പറഞ്ഞു. വഖഫ് സ്വത്തുകളുമായി ബന്ധപ്പെട്ട് കോടതികളിൽ നിലനിൽക്കുന്ന തർക്കങ്ങളെ പുതിയ ഭേദഗതി നിയമം ബാധിക്കില്ല. കേരളത്തിൽ നിന്നുള്ള എംപിമാർ ഉണ്ടായിട്ടും മുനമ്പം വിഷയത്തിൽ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ബിഷപ്പുമാരും ക്രിസ്ത്യൻ നേതാക്കളും എന്തുകൊണ്ടാണ് തങ്ങളെ വന്ന് കാണുന്നതെന്നും BJP ദേശീയ അധ്യക്ഷനും കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായ JP നഡ്ഡ ഇന്നലെ രാജ്യസഭയിൽ ചോദിച്ചു. പുതിയ നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരം മുനമ്പത്തെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളുടെ പ്രശ്നം പരിഹരിക്കുന്നത് എങ്ങനെയെന്നും കേന്ദ്ര സർക്കാരും കോടതികളും വ്യക്തമാക്കേണ്ടി വരും. മുനമ്പത്തെ ഭൂമി വഖഫ് സ്വത്തല്ലെന്നും CPM-ഉം കോൺഗ്രസും BJP-യും മുസ്ലിം ലീഗും കേരള കോൺഗ്രസുകളും ആവർത്തിച്ച് പറയുമ്പോഴും അത് അംഗീകരിക്കാൻ സംസ്ഥാന വഖഫ് ബോർഡ് തയ്യാറാകാത്തത് കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട്. മുസ്ലിങ്ങളല്ലാത്തവരെ മതവുമായി ബന്ധപ്പെട്ട പ്രക്രിയയിൽ നിയമിക്കുന്നതിന് ബില്ലിൽ ഒരു വ്യവസ്ഥയുമില്ലെന്ന് അമിത്ഷാ പറഞ്ഞു. മുസ്ലിങ്ങളുടെ മതപരമായ ആചാരങ്ങളിലോ അവർ സംഭാവന ചെയ്ത സ്വത്തിലോ പുതിയ നിയമം ഇടപെടുമെന്നത് വലിയ തെറ്റിദ്ധാരണയാണ്. കൗൺസിലിലും വഖഫ് ബോർഡിലും വരുന്ന ആ മുസ്ലിങ്ങൾ മതപരമായ ഒരു പ്രവർത്തനവും നടത്തില്ല. വഖഫ് നിയമപ്രകാരം ആരെങ്കിലും സംഭാവന ചെയ്യുന്ന സ്വത്തിന്റെ ഭരണം മാത്രമേ അവർ നോക്കൂ. അതും നിയമപ്രകാരവും ദാതാവിന്റെ ഉദ്ദേശപ്രകാരവും ഉപയോഗിക്കുന്നുണ്ടെന്നും ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്നും അമിത്ഷാ പറഞ്ഞു.